പുതിനയില ചേർത്തിട്ടുള്ള ഒരു ഫ്ലേവറാണ് ഫുൾജാറിൻ്റെ ആദ്യത്തെ റെസിപ്പി ആയിട്ട് ഇറങ്ങിയത്. പിന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ഫ്ലേവർ ചേർത്ത് ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ ആദ്യത്തെ രുചിക്കൂട്ടാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പുതിനയില വേണം, ഒരു പിടി പുതിനയില, ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില, ഒരു പീസ് ഇഞ്ചി. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 4 ഫുൾജാർ ഉണ്ടാക്കാനുള്ള ഒരു കൂട്ടായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് വരും, കാരണം ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്പൈസിയാണ് കേട്ടോ. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ച് ഒഴിവാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ ഒരു കുഞ്ഞ് പീസും ഇഞ്ചിയുടെ ഒരു കുഞ്ഞ് പീസും, അപ്പോൾ എരിവ് ഒന്ന് കുറഞ്ഞു കിട്ടും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പച്ചമുളക് ഇഞ്ചി ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിനകത്ത് ചേർത്തിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ, അതിൻ്റെ കൊറ്റനൊന്നും അതിനകത്ത് വരാൻ പാടില്ല. പിന്നെ നമ്മളിത് അരിച്ചെടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 4 ഗ്ലാസ് അല്ലെങ്കിൽ 5 ഗ്ലാസ്സിനകത്ത് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കസ്കസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കസ്കസ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുതിർന്ന് വരും. ഞാനിപ്പോൾ എന്നാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തണവിന് വേണ്ടിയിട്ട് ഇത് ഫ്രിഡ്ജിനകത്താണ് കേട്ടോ കുതിർക്കാൻ വെച്ചത്. അപ്പോൾ ഇത് ഇച്ചിരി തണവുണ്ട്, അപ്പോൾ അത് സോഡയ്ക്കകത്തിട്ട് ഇടുമ്പോൾ നല്ല തണവിൽ നമുക്ക് കിട്ടും. പിന്നെ ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട് ലെമണിൻ്റെ ജ്യൂസ് വേണം. അത് ഒരു നാരങ്ങ ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സോഡ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, 2 ഫുൾജാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് തികയും. പിന്നെ ഇവിടെ ഞാൻ ഇതിൻ്റെ ഷുഗർ സിറപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫുൾജാറിൻ്റെ ആ ഒരു സിറപ്പ് ഒഴിക്കും, നമ്മൾ അടിച്ചെടുക്കുന്ന പുതിനയിലയുടെ ആയാലും പൈനാപ്പിളിൻ്റെ ആണെങ്കിലും. അപ്പോൾ അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോഴേക്കും ഇത് നിറയും. പിന്നെ ഇതിനകത്തോട്ട് കസ്കസും നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് ചേർക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിനയിലും സാധനങ്ങളൊക്കെ അടിച്ചെടുക്കുന്ന സമയത്ത് ഈ ഷുഗർ സിറപ്പിന് പകരം പഞ്ചസാര ചേർത്ത് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നല്ല മധുരത്തിൽ ആ ഒരു ഫുൾജാർ കിട്ടും. പിന്നെ ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട് അല്പം ഉപ്പ് വേണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. പിന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡയാണ്. അത് സാധാ സോഡ, ഫ്ലേവറൊന്നും ചേർക്കാത്ത സാധാ സോഡ. അത് ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ നല്ലൊരു സോഡ വേണം. പിന്നെ 2 ഗ്ലാസ് വേണം, ഒരു ഇച്ചിരി വലുപ്പമുള്ള ഗ്ലാസ് വേണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് സോഡ നിറച്ചിട്ട് നമ്മൾ ചെറിയ ഗ്ലാസ്സിൽ നമ്മുടെ ഫ്ലേവറുകളുള്ള എല്ലാതും ചേർത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഗ്ലാസ്സും വേണം, വലിയൊരു ഗ്ലാസ്സും വേണം. ഈ ചെറിയൊരു ചില്ലി ഗ്ലാസ്സിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് എടുക്കും. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പുതിനയില കൂട്ടീന്ന് ഒരു 1.5 മുതൽ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ, നിങ്ങൾ എടുക്കുന്ന ഗ്ലാസിൻ്റെ വലുപ്പം അനുസരിച്ചാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നാരങ്ങ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. 1 ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് കസ്കസ് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ തന്നെയാണ് ചേർക്കുന്നത്. ഇനി നമ്മുടെ വലിയ ഗ്ലാസ്സിനകത്തോട്ട് നമുക്ക് സോഡ ഒഴിച്ച് കൊടുക്കാം. സോഡ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം നിറയ്ക്കുക. ഇനി നമ്മുടെ ഈ കൂട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഈ ഒരു ചെറിയ ഗ്ലാസ് ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് നിങ്ങളിതെടുത്ത് കുടിക്കുക കേട്ടോ. കുലുക്കി സർബത്തിനെ വെട്ടി വീഴ്ത്തിക്കൊണ്ട് പുതിയ തരംഗമായി ഇറങ്ങിയ ഈ ഫുൾജാർ സോഡ കൊണ്ടുവന്നത് തന്നെ നമ്മുടെ ടിക്ടോക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ ഞാനിവിടെ കസ്കസിൻ്റെ മുകളിൽ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതും കൂടി ചേർത്തിട്ട് വേണം ഇതൊന്ന് ട്രൈ ചെയ്യാൻ.